ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. നാട്ടിൽ വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ആഹാരം കഴിച്ചതിന് ശേഷം മകനെ പരിചയപ്പെട്ടു. മകനെ ഒരു അറബി കോളേജിൽ, വടകര മൻപുല ഒരു അറബി കോളേജിൽ പഠിക്കുകയാണ്. അപ്പം മകനോട് ചോദിച്ചു, എന്താ കിതാബാണ് ഹിഫ്ദാണ്? കിതാബിലാണ്. തഫ്സീർ ഏതാണ്? തഫ്സീർ പറഞ്ഞു, പേര് പറഞ്ഞു. ഈ ആയത്ത് എത്തിയ സൂറത്ത് മറിയമിൽ ഏതെല്ലാം 1-2 ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞു, ഇതിന്റെ തഫ്സീർ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മകനെ ഓർമ്മയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഹാജി അതിന്റെ തഫ്സീർ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇബ്രാഹിം ഹാജി ആലിമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം നമ്മൾ സനത് കൊടുക്കേണ്ടിയിരുന്നത് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇബ്രാഹിം ഹാജി അവർക്കായിരുന്നു. അദ്ദേഹം ആലിമായിരുന്നു, അദ്ദേഹം മുത്താലിമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ദുബായിൽ വെച്ച് എൻ്റെ ഒരു ദിവസം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഖുർആൻ പഠിക്കാൻ വേണ്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുറച്ച് താമസിച്ചു പോയി പഠിക്കാൻ തുടങ്ങാൻ, കുറച്ച് താമസിച്ചു പോയി, പിന്നെ പ്രായമായി പോയല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, അദ്ദേഹം ഇൽമിന്റെ വഴിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം അതേ അവസ്ഥയിലാണ് മരിച്ചത്. നാളെ ആഖിറത്തിൽ നമുക്ക് വളരെ പ്രതീക്ഷിക്കാം, വളരെ ആഗ്രഹിക്കാം. ഉലമാക്കളുടെ ആ ഒരു ദറജയിൽ അല്ലാഹു തആല അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ആ വഴിയിലായിരുന്നു. നാളെ ആഖിറത്തിലെ ഉലമാക്കളുടെ കൂട്ടത്തിലായിരിക്കും. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവർ, അതേപോലെ തന്നെ മുഹിബ്ബായിരുന്നു, മുസ്തമിയായിരുന്നു. അതിന്റെ പേര് നാളെ ആഖിറത്തിൽ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്നത് എന്താണ്? സദഖത്തുൻ ജാരിയ, അത് കിട്ടി. ഔ ഇൽമുൻ യൻതഫഉ, അതും കിട്ടി. ഔ വലദുൻ സാലിഹുൻ യദഉലഹു, മക്കള് ഒരു 1, 2, 4, 5, 10 മക്കളൊന്നുമില്ല, 100 കണക്കിന് 1000 മക്കള് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖബറിലും വലിയ സമ്പാദ്യം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവർ, അതിന്റെ പേരിൽ നമ്മുടെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള, പ്രത്യേകിച്ച് ഞാൻ ഇവിടുന്ന് ഭാര്യയായി കഴിഞ്ഞതിന് ശേഷം 1-2 വർഷത്തിന് ശേഷം ഇന്നും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലാണ് ഖിദ്മത്ത് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇത്രമാത്രം ദീനിനെയും ദീനിന്റെ പ്രവർത്തനത്തെയും ദീനിന്റെ അഹലുകാരെ സ്നേഹിച്ച ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. അഹമ്മദ് കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ, ഒരു പ്രാവശ്യം പരിചയപ്പെട്ടാൽ പിന്നെ നമുക്ക് വിട്ടുപിരിയാൻ തോന്നുന്നില്ല. പ്രിയമുള്ളവർ, മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ജോലി തിരക്കിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ 4 മാസമാണ് അദ്ദേഹം ജമാഅത്തിലായി പുറപ്പെട്ടത്. 4 മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം 40 കൊല്ലത്തിന് തുല്യമാണ് 4 മാസം. അള്ളാഹു അതിനെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു പരലോകത്ത് അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മളെയും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മക്കളെയും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെയും അവരെയും എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഇനിയും നമുക്ക് കണ്ടുമുട്ടാനും ആനന്ദിക്കാനും സന്തോഷിക്കാനും തൗഫീഖും അവസരം അള്ളാഹു നൽകുമാറാകട്ടെ. വാഹിദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.